Welcome to a new session. In this session, we discuss all the objective type question answers in the focus area. Focus area ile objective type question answer ആണ് നമ്മൾ discuss ചെയ്യുന്നത്. So let us start. First of all, the chapter 1 from the beginning of time. കാലാരംഭം മുതൽ. In this chapter, the main questions are first one, the hominids originated in. ഹോമിനിഡുകൾ ഉത്ഭവിച്ചത് എവിടെയാണ്? ആഫ്രിക്ക. ദെൻ ഹോമിനിഡ്സ് ബിലോങ് ടു എ ഫാമിലി നോൺ ആസ്, അതായത് ഹോമിനിഡുകൾ ഏത് കുടുംബത്തിൽ പെട്ടവയാണ്? ഹോമിനിഡേ. ദെൻ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമിനിഡ്സ് ആൻഡ് ഹോമിനോയിഡ്സ്? ഹോമിനിഡുകളും ഹോമിനോയിഡുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഹോമിനോയിഡ്സ് ആർ ക്വാഡ്രൂപ്പെഡ്സ് ആൻഡ് ഹോമിനിഡ്സ് ആർ ബൈപെഡൽസ്. ഹോമിനോയിഡുകൾ 4 കാലുകൾ ഉപയോഗിച്ച് നടന്നപ്പോൾ ഹോമിനിഡുകൾ 2 കാലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ദെൻ ആസ്ട്രലോപിഥെക്കസ്. ആസ്ട്രലോപിഥെക്കസ് എന്ന വാക്കിന്റെ അർത്ഥം സദേൺ ഏപ്പ്, അതായത് ദക്ഷിണദേശത്തെ വാനരൻ. ദെൻ ഹോമോ മീൻസ് മാൻ. ഹോമോ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ദെൻ ആസ്ട്രലോപിഥെക്കസിന്റെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയ സ്ഥലം. ദ ഡിസ്കവറി ഓഫ് ആസ്ട്രലോപിഥെക്കസ്, Olduvai Gorge in Tanzania in 1959. 1959 ലീക്കെ കപ്പിൾസ് ആണ് ആദ്യമായി ഓസ്ട്രലോപിഥെക്കസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ദ ഏർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ മേക്കർ എന്നറിയപ്പെടുന്നത്, അതായത് ആദ്യകാല ശിലോപകരണ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്നത് ആസ്ട്രലോപിഥെക്കസ്. എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യം, ഹോമോ ഹാബിലസ് ആണ് ഉപകരണ നിർമ്മാതാക്കൾ അഥവാ ടൂൾ മേക്കർ എന്നറിയപ്പെടുന്നത്. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ദെൻ ഹോമോ ഹാബിലസ് അറിയപ്പെടുന്നത് ടൂൾ മേക്കർ, ഹാൻഡിമാൻ എന്നും അറിയപ്പെടുന്നു. ദെൻ ഹോമോ ഇറക്ടസ് അറിയപ്പെടുന്നത് അപ്രൈറ്റ് മാൻ, നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ എന്നാണ്. ഹോമോ സാപ്പിയൻസ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? വൈസ് ഓർ തിങ്കിങ് മാൻ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഹോമോസാപ്പിയൻസ്. ദെൻ ഇനി നമ്മൾ ഇവരുടെയൊക്കെ, അതായത് ഈ ഹോമിനിഡുകളും ആസ്ട്രലോപിഥെക്കസും ഒക്കെ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഓൾഡുവൈ ജോർജ് അല്ലെ, ആസ്ട്രലോപിഥെക്കസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഓൾഡുവൈ ജോർജ് ഏത് രാജ്യത്താണ്? ടാൻസാനിയ. ദെൻ ഓമോ, ഹോമോയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഓമോ എത്യോപ്യയിലാണ്. നിയാൻഡർതാൽ ആൻഡ് ഹെയ്ഡൽബർഗ്, ഈ 2 സ്ഥലങ്ങളും, ആദിമ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഈ 2 സ്ഥലങ്ങളും ജർമ്മനിയിലാണ്. ദെൻ ബോക്സ് ഗ്രോവ്, പ്ലാന്റ് ഹണ്ടിങ്ങിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ബോക്സ് ഗ്രോവ് ഇംഗ്ലണ്ടിലാണ്. ദെൻ ഷൊനിൻജൻ, അനദർ പ്ലേസ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഷൊനിൻജൻ, പ്ലാന്റ് ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്. ഈ സ്ഥലം ജർമ്മനിയിലാണ്. ദെൻ നെക്സ്റ്റ് 2 പ്രധാനപ്പെട്ട കേവുകൾ, അതായത് ഗുഹകളിലേക്ക് മനുഷ്യൻ താമസം മാറ്റിയപ്പോഴുള്ള 2 പ്രധാനപ്പെട്ട ഗുഹകളാണ് ലസററ്റ് കേവ്സ് ആൻഡ് ടെറ അമെറ്റ. ലസററ്റ് ഗുഹയും ടെറ അമെറ്റയും സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. അനദർ ഇമ്പോർട്ടന്റ് കേവ് ഈസ് അൽറ്റാമിറ. അൽറ്റാമിറയിൽ, അതായത് നായാട്ടുമായി ബന്ധപ്പെട്ട്, ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ള ഗുഹയാണ് അൽറ്റാമിറയിലേത്. അൽറ്റാമിറ കേവ് ഈസ് ഇൻ സ്പെയിൻ, സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ we move on to the second chapter, writing and city life. The land between 2 rivers, രണ്ട് നദികൾക്കിടയിലെ നാട് എന്നറിയപ്പെടുന്നത് മെസപ്പൊട്ടേമിയ. Then the script of Mesopotamia, മെസപ്പൊട്ടേമിയയുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത്, എഴുത്ത് രീതി അറിയപ്പെടുന്നത് ക്യൂനിഫോം എന്ന പേരിലാണ്. The royal capital of Mesopotamia, മെസപ്പൊട്ടേമിയയുടെ തലസ്ഥാന നഗരം, രാജകീയ തലസ്ഥാന നഗരം മാരി. Another question, a trading town in pastoral zone, ഒരു ഇടയ മേഖലയിലെ വ്യാപാര നഗരം, that is also Mari. Then the kings of Mari, മാരിയിലെ രാജാക്കന്മാർ എമറേറ്റുകൾ. നമുക്കറിയാം പലതരത്തിലുള്ള പാസ്റ്ററലിസ്റ്റ് ഗ്രൂപ്പുകൾ മാരിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവരാണ് എമറേറ്റുകൾ. The next, the god of grasslands, പുൽമേടുകളുടെ ദൈവം ഡാഗൻ. Then move on to the 3rd chapter, an empire across 3 continents. Then the Roman Empire is situated on the Roman Empire was situated on the banks of the river Dash. ഏത് നദിയുടെ തീരത്താണ് റോമൻ എംപയർ സ്ഥിതി ചെയ്തിരുന്നത്? ടൈബർ നദിയുടെ തീരത്ത്. The sea which separates Europe and Africa, ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിച്ചിരുന്ന കടൽ ഏതാണ്? മെഡിറ്ററേനിയൻ കടൽ.
ദ ഹാർട്ട് ഓഫ് ദ റോമൻ എംപയർ, റോമൻ സാമ്രാജ്യത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ കടൽ. Then the next, the historian who divided the social groups of the early Roman Empire. പ്രാചീന റോമിലെ സമൂഹത്തെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളായി വേർതിരിച്ച്, അതായത് അങ്ങനെയുള്ള ഒരു വിഭജനം നടത്തിയത് ഏത് ചരിത്രകാരനാണ്? ടാസിറ്റസ്. Then next, the term humiliores means, humiliores അതായത് ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പുകളിൽ ഒരു വിഭാഗമാണ് humiliores. humiliores എന്നാൽ ഏത് വിഭാഗമാണ്? ലോവർ ക്ലാസ്, അതായത് കീഴാള വിഭാഗത്തെയാണ്, റോമിലെ കീഴാള വിഭാഗത്തെയാണ് ഹ്യൂമിലിയോറസ് എന്ന് വിളിച്ചത്. Then the final stage of the Roman Empire, റോമൻ എംപയറിന്റെ അന്ത്യകാലഘട്ടം അറിയപ്പെടുന്നത് ലേറ്റ് ആന്റിക്വിറ്റി, പിൽക്കാല പൗരാണികത. Then the Roman emperor who introduced the coin called solidus, solidus എന്ന സ്വർണ്ണ നാണയം ഇഷ്യൂ ചെയ്ത, അതായത് ഇറക്കിയ റോമൻ ഭരണാധികാരി ആരായിരുന്നു? കോൺസ്റ്റന്റൈൻ. Then the next, the second capital of the Roman Empire, റോമൻ സാമ്രാജ്യത്തിന്റെ രണ്ടാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. Then the Roman emperor who declared Christianity as the official religion of Rome, റോമിന്റെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ പ്രഖ്യാപിച്ചത് കോൺസ്റ്റന്റൈൻ. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ, ആദ്യമായി ക്രിസ്തുമതം സ്വീകരിച്ച റോമൻ ചക്രവർത്തി അതും കോൺസ്റ്റന്റൈൻ ആണ്. ഇത് നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്നാണ് വെസ്റ്റേൺ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ഉണ്ടായി വന്നത്, അല്ലെ? ഇനി ഈ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളാണ് സ്ഥാപിച്ചതെന്ന് നോക്കാം. സ്പെയിൻ വിസിഗോത്തുകൾ, സ്പെയിൻ സ്ഥാപിക്കുന്നത് വിസിഗോത്തുകൾ. ദെൻ ഗൗൾ എന്ന പ്രവിശ്യയാണ് ഫ്രാൻസ് ആയി മാറുന്നത്, അത് സ്ഥാപിച്ചത് ഫ്രാൻസ്. ദെൻ ഇറ്റലി ലൊംബാഡ്സ്, ഇറ്റലി ലൊംബാഡ്സ്. ദെൻ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലാഗ്. Then move on to the fourth chapter, Central Islamic lands. In this chapter, this chapter, the focus area starts after the death of Prophet Muhammad. Then the first question, first caliph. There are 4 caliphs. Remember, first caliph Abu Bakr, then second Umar, then the third Uthman, then the fourth one Ali. 4 കാലിഫ്മാരുടെയും പേരുകൾ ആ ഒരു സീക്വൻസിൽ ഓർമ്മിക്കുക. Then the death of Prophet Muhammad, Prophet മുഹമ്മദിന്റെ മരണം 632 CE, 632 CE-യിലാണ്. ബാറ്റിൽ ഓഫ് ക്യാമൽ, ഒട്ടകയുദ്ധം. ഇപ്പോൾ മുഹമ്മദ്, പ്രവാചകനായ മുഹമ്മദിന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയും അലിയും, അവസാനത്തെ ഖലീഫയായ അലിയും 2 ഭാഗങ്ങളിലായി ഏറ്റുമുട്ടിയ ഒട്ടക യുദ്ധം നടക്കുന്നത് 657 CE-യിലാണ്. CE 657. Then the Umayyad dynasty, കാലിഫേറ്റിന്റെ പതനത്തിന് ശേഷം ഉമയ്യദ് ഡൈനാസ്റ്റി വരുന്നു. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ മുആവിയ. Then the capital of Umayyad dynasty, ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ തലസ്ഥാനം ഡമാസ്കസ്, സിറിയയിലെ ഡമാസ്കസ്. Then the Umayyad ruler who adopted Arabic as the language of administration, ഭരണഭാഷയായി അറബിക്കിനെ സ്വീകരിച്ച ഉമയ്യദ് ഭരണാധികാരിയാണ് അബ്ദൽ മാലിക്. Then who built the Dome of the Rock in Jerusalem? ജെറുസലേമിലെ Dome of the Rock പണി കഴിപ്പിച്ചത് അതും അബ്ദൽ മാലിക് ആണ്. Then the Umayyad dynasty was overthrown by, അതായത് ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിക്കുന്നത് അബ്ബാസിദ് കലാപത്തോടു കൂടിയാണ്. Then the Abbasid uprising was broke out in, എവിടെയാണ് അബ്ബാസിദ് കലാപം ആരംഭിച്ചത്? ഖുറാസൻ, അതായത് ഇറാനിലെ ഖുറാസൻ പ്രവിശ്യയിലാണ് അബ്ബാസിദുകളുടെ കലാപം ഉമയ്യദുകൾക്കെതിരായി ആരംഭിക്കുന്നത്. ദ അബ്ബാസിദ് ഡൈനാസ്റ്റി, ദ അബ്ബാസിദ് റെവോൾട്ട് വാസ് ലെഡ് ബൈ ഡാഷ്, അതായത് ആരാണ് അബ്ബാസിദ് കലാപം നയിച്ചത്? അബു മുസ്ലിം. Then the capital of അബ്ബാസിദുകൾ 750 അബ്ബാസിദ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നു. ഇതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഇറാഖിലെ ബാഗ്ദാദ്. Then the reformist movement in the medieval Islam, മധ്യകാല ഇസ്ലാമിലെ പരിഷ്കരണ പ്രസ്ഥാനം സൂഫിസം. Then നമുക്ക് കുറച്ചുകൂടെ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് ടു ദ കൾച്ചർ ആൻഡ് ലേണിംഗ് എന്ന ഭാഗത്തുള്ള ചില കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി, പുതിയ പേർഷ്യൻ കവിതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂത്തക്കി. Then elements, യൂക്ലിഡിന്റെ എലമെന്റ്സ് എഴുതിയത് യൂക്ലിഡ്. ടോളമിയുടെ അൽമഗസ്റ്റ്.
ദെൻ ഇബിൻ സിനയുടെ അൽ ഖാനൂൻ ഫിൽ തിബ്. അൽ ഖാനൂൻ ഫിൽ തിബ് മെഡീവൽ യൂറോപ്പിലൊക്കെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കായിട്ട് ഏകദേശം മോഡേൺ പീരീഡിന്റെ തുടക്കം വരെ ഉപയോഗിച്ചിരുന്നു. ദെൻ ഷാനാമ വാസ് റിട്ടൺ ബൈ ഫിർദൌസി. കിതാബ് അൽ ബുഖല എഴുതിയത് ജാഹിസ്, ബസ്രയിലെ ജാഹിസ്. ജീനിയോളജി ഓഫ് നോബിൾസ് ബലാദുരി. ദെൻ ഹിസ്റ്ററി ഓഫ് പ്രൊഫറ്റ്സ് ആൻഡ് കിങ്സ്, പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം എഴുതിയത് തബരി. ദെൻ തഖീഖ് അൽ ഹിന്ദ്, ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയത് അൽ ബെറൂനി. ദെൻ മൂവ് ഓൺ ടു തീം 5, ദ നൊമാഡിക് എംപയർ. ദ ഒറിജിനൽ നെയിം ഓഫ് ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര് ടെമുജിൻ. ദ ലീഗൽ കോഡ് ഓഫ് ചെങ്കിസ് ഖാന്റെ നിയമസംഹിത അറിയപ്പെടുന്നത് യാസ. ദെൻ ദ കൊറിയർ സിസ്റ്റം ഓഫ് ചെങ്കിസ് ഖാന്റെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കൊറിയർ സിസ്റ്റം അറിയപ്പെട്ടിരുന്നത് യാം എന്ന പേരിലാണ്. ദ ടാക്സ് പെയ്ഡ് ഫോർ ദ കൊറിയർ സിസ്റ്റം, കൊറിയർ സമ്പ്രദായം നിലനിർത്തുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന ടാക്സ് ആണ് കുപ്കർ ടാക്സ്. ദെൻ ദ മിലിറ്ററി കണ്ടിൻജന്റ് ഓഫ് ചെങ്കിസ് ഖാന്റെ മിലിറ്ററി വിഭാഗം അറിയപ്പെട്ടിരുന്നത് താമ. ദെൻ ദ ആർമി ക്യാപ്റ്റൻ ഓഫ് ചെങ്കിസ് ഖാന്റെ സൈനിക തലവന്മാർ അറിയപ്പെട്ടിരുന്നത് നോയൻ. ദെൻ ദ മംഗോളിയൻ ട്രൈബൽ അസംബ്ലി അറിയപ്പെട്ടിരുന്നത് ക്യുരിൽറ്റായ്. ഈ ക്യുരിൽറ്റായിൽ വെച്ചാണ് ചെങ്കിസ് ഖാനെ, അതായത് ടെമുജിനെ യൂണിവേഴ്സൽ റൂളർ അഥവാ ചെങ്കിസ് ഖാൻ ആയിട്ട് അവരോധിക്കുന്നത്. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ചില വേർഡുകളും അവയുടെ മീനിങ്സും ഓർമ്മിക്കേണ്ടതുണ്ട്. അണ്ട എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ദ ബ്ലഡ് ബ്രദേഴ്സ്. അദ്ദേഹവുമായിട്ട് ചെങ്കിസ് ഖാനുമായിട്ട് രക്തബന്ധമുള്ള വളരെ അടുപ്പമുള്ള ആളുകളാണ് അണ്ട എന്നറിയപ്പെട്ടത്. ദെൻ നൗക്കർ എന്ന് പറയുന്നത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സൈനികമായിട്ടൊക്കെ താഴ്ന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും ദേ ഹാഡ് എ ഡീപ്പ് റിലേഷൻഷിപ്പ് ചെങ്കിസ് ഖാനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൗക്കർ, ബോൺസ്മാൻ ആണ് നൗക്കർ എന്നറിയപ്പെട്ടത്. ദെൻ ചെങ്കിസ് ഖാന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തന്റെ 4 മക്കൾക്കായിട്ട് വിഭജിച്ചു കൊടുക്കുന്നു. ഏതൊക്കെ പ്രവിശ്യകളാണ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ജസ്റ്റ് റിമെമ്പർ. ജോച്ചിക്ക് ലഭിച്ചത് റഷ്യൻ സ്റ്റെപ്പീസ്, റഷ്യൻ പുൽമേടുകൾ. ചഗട്ടെ ട്രാൻസ് ഓക്സിയാന. ദെൻ ഒഗോഡിയെയാണ് ചെങ്കിസ് ഖാൻ തന്റെ സക്സസർ അഥവാ പിൻഗാമിയായിട്ട് നിയമിക്കുന്നത്, ഒഗോഡി. ദെൻ തൊലിയുവിന് ആൻസിസ്ട്രൽ ലാൻഡ്സ് അഥവാ പരമ്പരാഗത ഭൂമിയാണ് ലഭിക്കുന്നത്. റിമെമ്പർ, ജോച്ചി റഷ്യൻ പുൽമേടുകൾ, ചഗട്ടെ ട്രാൻസ് ഓക്സിയാന, ഒഗോഡി ചെങ്കിസ് ഖാന്റെ പിൻഗാമിയാവുന്നു. തൊലയൂനു ലഭിക്കുന്നത് ആൻസിസ്ട്രൽ ലാൻഡ്സ് അഥവാ പരമ്പരാഗത ഭൂമികൾ. ദെൻ നെക്സ്റ്റ് വി മൂവ് ടു ദ ചാപ്റ്റർ 5, ചാപ്റ്റർ 6, 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങൾ. ഈ 3 ഓർഡറുകൾ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് ഓർഡർ ഈസ് ദ ക്ലർജി, ദെൻ ദ സെക്കൻഡ് ഓർഡർ ഈസ് ദ നോബിൾസ്, ദ തേർഡ് ഓർഡർ ഈസ് ദ പെസൻട്രി. ഫസ്റ്റ് വൺ, അതായത് ഒന്നാമത്തത് പുരോഹിതന്മാർ. മൂന്നാമത്തെ വിഭാഗമായിരുന്നു കർഷകർ. Then the church levied a tax from the peasants called, അതായത് കർഷകരിൽ നിന്നും പള്ളി പിരിച്ചെടുത്തിരുന്ന ടാക്സ് ആണ് tithe. Then the house of the Lord was called, പ്രഭുവിന്റെ വസതി അറിയപ്പെട്ടിരുന്നത് manor. The Lord gave the knight a piece of land. പ്രഭുക്കന്മാർ നൈറ്റുകൾക്ക് നൽകിയിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് fief. Remember. Then the king imposed one direct tax on peasants. കർഷകരുടെ മേൽ രാജാവ് ചുമത്തിയ നികുതി, ഡയറക്റ്റ് ടാക്സ് ഏതാണ്? ടെയ്ലി. റിമെമ്പർ, ടെയ്ലി ആൻഡ് ടൈത്ത്. പല പ്രാവശ്യം എക്സാമിന് വന്ന ചോദ്യങ്ങളാണ്. എന്താണ് ടെയ്ലി, എന്താണ് ടൈത്ത്? ദെൻ വി മൂവ് ഓൺ ടു ദ തീം 7, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡിഷൻ. ദ ഏർലിയസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ യൂറോപ്പ് ഹാഡ് ബീൻ സെറ്റപ്പ് ഇൻ, അതായത് ആദ്യകാല യൂണിവേഴ്സിറ്റികൾ, യൂറോപ്പിലെ തന്നെ ആദ്യ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇറ്റലിയിലെ പാദുവ ആൻഡ് ബൊലോഗ്ന. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഹ്യൂമനിസം. അതുവരെ ദൈവത്തിനും മതങ്ങൾക്കും നൽകിയിരുന്ന പ്രാധാന്യം മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നൽകപ്പെടുന്നു. ദെൻ ഫാദർ ഓഫ് ഹ്യൂമനിസം, പെട്രാർക്ക്.
The term humanist were used by ആരാണ് ആദ്യമായി ഹ്യൂമാനിറ്റാസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സിസറോ. സിസറോ വാസ് എ റോമൻ thinker and orator. Then who was the first to dissect the human body? മനുഷ്യ ശരീരം ആദ്യമായി കീറി മുറിച്ചു പരിശോധിച്ചത് ആൻഡ്രിയസ് വെസാലിയസ്. Then the most famous paintings, Mona Lisa and the Last Supper, was painted by ആരാണ് മൊണാലിസയും ലാസ്റ്റ് സപ്പർ അഥവാ അന്ത്യ അത്താഴവും വരച്ചത്? ലിയനാർഡോ ഡാവിൻചി. Then the sculpture of Pieta, പിയത്തയുടെ ശില്പം മൈക്കൽ ആഞ്ചലോ. Then who designed the dome of St. Peter's Church? St. Peter's Churchന്റെ ഡോം ഡിസൈൻ ചെയ്തത് മൈക്കൽ ആഞ്ചലോ. Then who designed the spectacular Duomo of Florence? ഫ്ലോറൻസിലെ ഡ്യൂമോ ഡിസൈൻ ചെയ്തത് ഫിലിപ്പോ ബ്രൂണലേഷി. Then Giotto, Renaissance painter. He was a Renaissance painter who was lived in Florence. Okay, then move to theme 7, confrontation of cultures. The center of Aztec civilization, Aztec സംസ്കാരത്തിന്റെ കേന്ദ്രം മെക്സിക്കോ. Then the artificial island of Aztecകൾ നിർമ്മിച്ച തടാകങ്ങൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്നത് ചിനാംബസ്. Then the capital city of Aztecകളുടെ തലസ്ഥാന നഗരം Tenochtitlan. Then the children of the nobility attended the schools called, അതായത് അവർക്കിടയിൽ തന്നെയുള്ള പ്രഭുക്കന്മാരുടെ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നത് കൽമെക്കാക്. The children of other communities in the lower groups went to the school called, അതായത് താഴ്ന്ന വിഭാഗങ്ങളിലുള്ള മറ്റുള്ള പ്രഭുക്കന്മാരുടേതല്ലാത്തവരുടെ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളുകൾ ടോപ്പോക്കെല്ലി എന്ന പേരിൽ അറിയപ്പെട്ടു. കൽമെക്കാക് ആൻഡ് ടോപ്പോക്കെല്ലി. Then the center of Mayan culture, മായൻ സംസ്കാരത്തിന്റെ കേന്ദ്രം മെക്സിക്കോ. Then the central theme of Mayan culture, Khon civilization, അതായത് അവരുടെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം ഖോൺ ആയിരുന്നു, ചോളം ആയിരുന്നു. The largest indigenous civilization in South America, സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരം ഇൻക സംസ്കാരം. The capital city of the Incas, ഇൻകകളുടെ തലസ്ഥാന നഗരം Cusco. Then the capital city of Incas was established by, അതായത് കുസ്കോ നഗരം സ്ഥാപിച്ചത്, തലസ്ഥാന നഗരം സ്ഥാപിച്ചത് മാൻകോ കപ്പക്. Then the court language of Incas, ഇൻകകളുടെ ഭാഷ Quechua. ഇൻകകളുടെ ഭാഷ Quechua. The accounting system of Incas, ഇൻകകൾ കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് Quipu. Then next we move on to theme 9, industrial revolution. Then first one, the industrial revolution was first started in dash. എവിടെയാണ് ആദ്യമായി വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്? ബ്രിട്ടൻ. ഫൗണ്ടേഷൻ ഓഫ് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കപ്പെട്ട വർഷം 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കപ്പെട്ടത്. ഹു ഇൻവെന്റഡ് ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടുപിടിച്ചത് ആര്? എബ്രഹാം ഡാർബി. Remember, the Darby family made a lot of contributions in the field of iron and steel industry. Then who developed wrought iron from the pig iron? wrought ironil നിന്നും pig iron ഉണ്ടാക്കിയത് അതായത് ആരാണ്? സെക്കൻഡ് ഡാർബി. Then who designed pudding furnace and rolling millum pudding furnaceum develop ചെയ്തത് ഹെൻറി കോഡ്. Who made the first iron chairs? ആദ്യമായി iron chairs ഇരുമ്പ് കസേരകൾ ജോൺ വിൽക്കിൻസൺ. Then who built the first iron bridge in the world? ലോകത്തിലെ തന്നെ ആദ്യത്തെ iron bridge? Third Darby. Remember the inventions. Then we are going to discuss about the main inventions in the field of textile industry. പലപ്പോഴും ടേബിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. റിമെമ്പർ, ഓരോരുത്തരും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഓർമ്മിക്കുക. ഫ്ലൈയിങ് ഷട്ടിൽ വാസ് ഇൻവെന്റഡ് ബൈ ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ 1733. ദ സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് 1765. ദ വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്രൈറ്റ്
1769. The mule കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപ്ടൺ 1779. The power loom was invented by Edmund Cartwright in 1787. Then next we move on to the theme 10. Displacing the indigenous people is a very small area, is in the focus ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ഏരിയ മാത്രമേ ഉള്ളൂ. ഗോൾഡ് റഷ്, ഓൺലി ദ ഗോൾഡ് റഷ് വാസ് ഹാപ്പൻഡ് ഇൻ 1840s. 1840കളിലാണ് ഗോൾഡ് റഷ് നടക്കുന്നത് അല്ലേ. ദെൻ ദ പ്ലേസ് വേർ ഗോൾഡ് റഷ് ടുക്ക് പ്ലേസ്. വൺ ക്വസ്റ്റ്യൻ, എവിടെയാണ് ഗോൾഡ് റഷ്, എപ്പോഴായിരുന്നു ഗോൾഡ് റഷ്? കാലിഫോർണിയയിൽ 1840കളിൽ ആണ് ഗോൾഡ് റഷ് ഉണ്ടാവുന്നത്, അതായത് ഗോൾഡ് കണ്ടുപിടിക്കുന്നത്. ദെൻ വി മൂവ് ഓൺ ടു ദ ചാപ്റ്റർ 11, ദ ലാസ്റ്റ് ചാപ്റ്റർ, paths to modernization. Who established a republic in China in 1911? 1911 ചൈനയെ ഒരു റിപ്പബ്ലിക്കായി മാറിയത് ആരുടെ നേതൃത്വത്തിലാണ്? സൺ യാത് സെൻ. Then the founder of modern China, ആധുനിക ചൈനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് സൺ യാത് സെൻ. Then who prepared a program called Three Principles, San Min Chui? Sun Yat-sen. Again, the answer is Sun Yat-sen. Then May 4th movement started in dash. എവിടെയാണ് May 4th movement ആരംഭിച്ചത്? എപ്പോഴായിരുന്നു? നമുക്കറിയാം, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണല്ലോ 1919 May 4th movement, വെരി ഇമ്പോർട്ടൻറ്റ്, ആരംഭിച്ചത് ബെയ്ജിംഗ്. Then the leader of the Kuomintang party in China, ചൈനയിലെ കുമിങ്താങ് പാർട്ടി സൺ യാത് സെന്നിന് ശേഷം നേതൃത്വം ഏറ്റെടുത്തത് ചിയാങ് കൈഷേക്ക്. Then the Chinese, അടുത്ത ക്വസ്റ്റ്യൻ, the Chinese Communist Party was founded in the year, ഏത് വർഷമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CCP രൂപീകരിക്കപ്പെട്ടത്? 1921. Then the leader of CCP, Communist Party in China, Communist Party of ചൈനയുടെ നേതാവ് മാവോ സെഡൂങ്. Who organized the peasant council called Soviet? മാവോ സെഡൂങ്. Again, സോവിയറ്റുകൾ സ്ഥാപിച്ചത് മാവോ സെഡൂങ്. Another question, Long March in 1934 was led by Mao Zedong. Remember, Long March also was done by Mao Zedong, who launched a new policy, the Great Leap Forward. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അതായത് മുൻപോട്ട്, വൺ സ്റ്റെപ്പ് ഫോർവേഡ്, അതായത് ഒരു കുതിച്ചുചാട്ടം, ചൈനയുടെ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായ പോളിസിയായിരുന്നു ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, മഹത്തായ കുതിച്ചുചാട്ടം. ഇത് നടപ്പിലാക്കിയതും മാവോ സെഡൂങ് ആണ് 1958. റിമെമ്പർ ദ പോയിന്റ്. Then Peking University was established in 1902. 1902 പീക്കിംഗ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. The popular Life Weekly edited by Zhao Taofen, അതായത് ചൈനയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ലൈഫ് വീക്കിലി എഡിറ്റ് ചെയ്തത് Zhao Taofen ആയിരുന്നു. Then the Comintern, the third international, was established in dash. മൂന്നാം ഇന്റർനാഷണൽ അഥവാ കൊമിൻടേൺ സ്ഥാപിക്കപ്പെട്ടത് 1918. ഈ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ലെനിൻ ആൻഡ് ട്രോട്സ്കി. Then the Comintern was dissolved in 1943. Comintern, രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊമിൻടേൺ പിരിച്ചുവിടുന്നു. അത് നടന്നത് 1943. So today we have discussed all the objective type question answers. അതായത് വരാൻ സാധ്യതയുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഡു സബ്സ്ക്രൈബ് ഫോർ getting more upcoming videos related to your exam. Thanks for watching.